നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ഒരാളൊന്നും കിട്ടില്ലടോ. അന്വേഷിച്ച കിട്ടും വക്കീലേ. എനിക്കൊന്നും വയ്യ മഹിമേ. ഞാനേ ഒരു തവണ പ്രേമിച്ചിട്ട് നന്നായിട്ടൊന്ന് തകർന്നതാ. ഇനിയും റിസ്ക് എടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളെ പറ്റിക്കാൻ നടക്കുകയാണെന്നാണോ വക്കീലിന്റെ വിചാരം? ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പിന്നെ എനിക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നതുവരെ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സാമ്പത്തിക ഭദ്രത ഉണ്ടായിക്കഴിഞ്ഞാ പ്രേമിക്കാൻ വരുന്ന പെണ്ണുങ്ങളൊന്നും പറ്റിക്കില്ലെന്നാണോ വക്കീലിന്റെ വിചാരം? ഇപ്പോൾ ഒരു പെൺകുട്ടി വക്കീലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പണമോ പദവിയോ ഒന്നും കണ്ടിട്ടല്ല. ആ ഒരു സ്നേഹത്തിന്റെ വില എന്താണെന്ന് വക്കീലിന് മനസ്സിലാവുന്നില്ലേ? വക്കീലി കാണിക്കുന്നത് ഒരുതരം വൃത്തികെട്ട വാശിയാ. എനിക്ക് വാശിയൊന്നുമില്ല. കാശില്ലാത്തതിന് ഒരുത്തി വേണ്ടാന്ന് വെച്ചതിന് അവളോടുള്ള വാശിക്കില്ലേ കാശുണ്ടാവാതെ ആരെയും പ്രേമിക്കില്ല എന്ന് തീരുമാനിച്ചത്? അവളുടെ കാര്യത്തിൽ വക്കീലിന് പറ്റിയതൊരു അബദ്ധം മാത്രമായിരുന്നു. അതെനിക്കറിയാം. പക്ഷേ എനിക്ക് ഇനിയും അബദ്ധം പറ്റിക്കൂടാന്നൊന്നുമില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോ കയ്യിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. അതാ ഞാൻ മൈസ്ട്രേറ്റ് ടെസ്റ്റ് പാസ്സാതെ ഒന്നുമില്ലാന്ന് പറയുന്നത്. അപ്പോ വക്കീലിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലേ? ഒരിക്കലുമില്ല. എന്നെപ്പോലൊരു പെൺകുട്ടിയാണ് വക്കീലിന് ഭാര്യയായി കിട്ടുന്നതെങ്കിലോ? മഹിമയ്ക്ക് നിലപാട് മാറ്റാതെ ഉറച്ചു നിൽക്കുന്ന ആണുങ്ങളെ ഇഷ്ടം. വക്കീല് ഒരിക്കലും നിലപാട് മാറ്റില്ലെന്നാ മഹിമയുടെ വിശ്വാസം. ഇവള് ഞാൻ നിലപാട് മാറ്റുമെന്നറിയാൻ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ വിട്ടുകൊടുക്കരുത്. എന്തെങ്കിലും ഒന്ന് പറ വക്കീലേ. കല്യാണം കഴിക്കാൻ പോകുന്ന ആരെയാണെങ്കിലും അവസ്ഥ ഒന്ന് തന്നെയല്ലേ. അതുകൊണ്ട് ആദ്യം ജോലി, പിന്നെ കല്യാണം, അത്രേ ഉള്ളൂ. അതറിഞ്ഞാ മതി. ഞാൻ പോവാ. ഡോ, ഭക്ഷണം കഴിച്ചിട്ട് പോവാ. കുറച്ച് തിരക്കുണ്ട്. തിരിച്ചു പോകുന്ന കണ്ടാൽ തന്നെ അറിയാം ഞാൻ നിലപാടിൽ ഉറച്ചു നിന്നത് അവർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അഭി കൃത്യസമയത്തൊന്ന് സഹായിച്ച് നന്നായി. അവനൊരു താങ്ക്സ് കൂടി പറഞ്ഞേക്കാം. എന്നെ നീ അങ്ങനെ വിളിക്കണ്ട. നീ കാരണം ഞാൻ അത്രയ്ക്ക് നാണം കെട്ടു. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നത്? ഒരു നല്ല ഫോണ് കയ്യിൽ വെച്ചതാണോ ഇത്ര വലിയ തെറ്റ്? നീ ചെയ്തതിൽ ഒരു തെറ്റും ഇല്ലെങ്കിൽ പിന്നെ ഗിരി ആ ഫോൺ വാങ്ങാൻ എവിടുന്ന കാശ് കിട്ടിയെന്ന് ചോദിച്ചപ്പോ എന്താ ഒന്നും മിണ്ടാതെ നീ തല താഴ്ത്തി നിന്നെ? നീ മഹിമയെ പോലെ എന്തെങ്കിലും ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോട്ടേന്ന് വിചാരിക്കാം. നിനക്ക് വീട്ടില് കാലുമേ കാലും കയറ്റി വെച്ച് തിന്നാൻ മാത്രമേ അറിയൂ. ആ ഫോൺ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഗിഫ്റ്റ് തന്നതാ. പിന്നെ ഫ്രണ്ട്സ്? ഞാൻ വെറും മണ്ടിയാണെന്ന് നീ വിചാരിക്കരുത്. കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടുന്ന് പുറത്താക്കുന്നതിന് മുമ്പ് കുഞ്ഞാറ്റ പറഞ്ഞ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഗിരി ഇന്ന് പറഞ്ഞതും കൂടെ ചേർത്ത് വായിക്കുമ്പോ എനിക്ക് നിന്നെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. ഈ കുടുംബത്തെ മഞ്ജുവിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നിന്റെ സഹായം ചോദിക്കുന്നു എന്ന് കരുതി അത് നിനക്ക് എന്ത് വൃത്തികേടും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് നീ കരുതണ്ട. നിനക്ക് ആവശ്യത്തിനുള്ള കാശും ഫോണും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഗിരി ചെയ്തു തരുന്നുണ്ട്. പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് സുഖമായിട്ട് പറ്റും. നിന്നെപ്പോലെ ഷോ കാണിക്കാൻ വേണ്ടി ഗിരി പറഞ്ഞതുപോലെ കാശുള്ള കൂട്ടുകാരുടെ സഹായം ആവശ്യം വരും. പക്ഷേ അങ്ങനെയുള്ള കൂട്ടുകാരോട് സഹായം ആവശ്യപ്പെട്ടതിന് ശേഷം നീ പിന്നെ ഈ വീടിന്റെ പടി കയറില്ല. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം എനിക്കിപ്പോ സമയം കിട്ടിയില്ല എന്ന് കരുതി
എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാൻ ശ്രമിച്ചാ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഒടിക്കും. എങ്ങനെയെങ്കിലും ഫോൺ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും. ആ ഫോട്ടോസ് കോപ്പി ചെയ്ത് സഞ്ജുവിന്റെ നമ്പർ എഴുതിയെടുത്താൽ മാത്രം മതി. നീ എന്താ ആലോചിച്ച് നിൽക്കുക? അമ്മ, എനിക്ക് ആ ഫോൺ ഒന്ന് വാങ്ങിത്തരൂ. ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിന്റെ തലയിൽ കയറിയില്ലേ? ഗിരി പറഞ്ഞത് തന്നെയാ ശരി. എല്ലാ പരീക്ഷകളും പാസ്സായി കഴിഞ്ഞാ ഫോൺ തിരിച്ചു തരും. നടന്നത് തന്നെ. എന്താ? പഠിക്കണമെങ്കിൽ ഫോൺ വേണമെന്ന് പറയുമായിരുന്നു. അതിലിപ്പോ കുറെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ടമ്മേ. ഞാൻ അതുവഴിയെല്ലാം പഠിക്കുന്നത്. ഫോണില്ലെങ്കിൽ എന്റെ പഠിപ്പ് നടക്കില്ല. ഇതേറ്റോ, ഇനി അമ്മ ഫോൺ എടുത്തു തരും. നിനക്ക് പഠിച്ചാ പോരെ? ആ, ഇതിലേ ഓൺലൈൻ ക്ലാസ് എല്ലാം കിട്ടും. പോയി പഠിച്ചോ. എന്താ നിനക്ക് പഠിക്കണ്ടേ? ഓ, ഇനി ഇത് വാങ്ങിയില്ലെങ്കിൽ കൂടുതൽ സംശയമാവും. മര്യാദയ്ക്ക് ചെന്നിരുന്ന് പഠിച്ചോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. നീ പഠിക്കുന്നത് കണ്ടില്ലെങ്കിലേ എന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. ഇത്തവണയെങ്കിലും തോറ്റുപോയ പേപ്പറെല്ലാം എഴുതിയെടുക്കണം. പോ. താമ്പോ ഒരു ചായ കുടിച്ചിട്ട് വാടോ. ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വേണ്ട ബിജുചേട്ടാ, ബുദ്ധിയില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞാ വിവരമുള്ളവരങ്ങ് ക്ഷമിക്കണം. താൻ പോകുന്നില്ലേ? ശാലിനി, ഇത് പോലീസ് സ്റ്റേഷനാ. ഞങ്ങൾ എല്ലാവരും ഇരിക്കേണ്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ആർക്കും എങ്ങോട്ടും പോയേണ്ട ഒരു കാര്യമില്ല. വേണ്ട മഞ്ജു, ഞാൻ പോയേക്കാം. ഇവളുടെ സംസാരം കേട്ടാ ഞാൻ അറിയാതെ കൈവച്ചു പോയെന്ന് വരും. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയെ തല്ലിയിട്ടില്ല. വെറുതെ എന്തിനാ തുടങ്ങുന്നത്? നീ ആഗ്രഹിച്ചതുപോലെ ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ. വേഗം പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഗിരിയെ എനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവനോട് എനിക്ക് ഉണ്ടായിരുന്ന സ്നേഹമെല്ലാം ഇപ്പൊ ഇല്ലാതായി. ഓ, സന്തോഷം. അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. എന്നെ ചതിച്ചിട്ട് ഗിരിക്കും നിനക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നീ കരുതണ്ട. ഇത്രയും കാലം എനിക്ക് ഗിരിയുടെ മുന്നിൽ കുറ്റക്കാരിയാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ നിനക്കെതിരെ ഞാൻ കാര്യമായിട്ട് ഇറങ്ങി തിരിക്കാതിരുന്നത്. പക്ഷേ ഇനി എനിക്ക് മേലും കീഴും നോക്കാനില്ല. ഗിരിയുടെ കുടുംബത്തെ തകർത്തി ഇല്ലാതാക്കുക ഇനി എന്റെ ലക്ഷ്യം.